മാനത്തെ മഴമുകിൽ മാലകളെ ചേലൊത്ത മടപ്പീറാവുകളെ തുളുനാടൻ കളരിയിൽ പോയി വരാമോ എൻ്റെ കുറിമാനം കൊണ്ടു നീ നൽകാമോ? മാനത്തെ മഴമുകിൽ മാലകളെ ചേലൊത്ത മടപ്പീറാവുകളെ. പ്രിയ ഗാനങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. ഈ പുതിയ വർഷം നമ്മുടെ എല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളും സഫലമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറെ ആരാധിക്കുന്ന, എത്ര വർണ്ണിച്ചാലും മതിവരാത്തത്ര മനോഹരവും മാധുര്യവുമേറിയ ശബ്ദത്തിനുടമയായ പുലഭാഗ സുശീല എന്ന പി സുശീലാമ്മയുടെ പാട്ടുകളും വിശേഷങ്ങളുമാണ് പ്രിയ ഗാനങ്ങളിൽ ഇനി. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. സുശീലാമ്മയുടെ ശബ്ദം ആർക്കും അനുകരിക്കാൻ സാധിക്കാത്ത ഒരു അഭൗമ ചൈതന്യവുമായാണ് വരുന്നത്. ആ പാട്ടുകൾ പാടാമെന്നല്ലാതെ ആ ആലാപന പൂർണ്ണതയുടെ പ്രവാഹത്തിലെ ചുഴികളും മലരികളും അനുകരിക്കുക അസാധ്യം തന്നെയാണ്. മനുഷ്യർക്ക് വിശദീകരിക്കാനാവാത്ത എന്തോ ഒരു ചേരുവ കൊണ്ട് ഈശ്വരൻ അനന്യമാക്കിയ ശബ്ദം. സമകാലികരായ മറ്റു ഗായകർക്ക് ആലാപനത്തിലും ശബ്ദത്തിലുമൊക്കെ നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കണ്ടെത്താവുന്ന ചില സാദൃശ്യങ്ങളുണ്ടാവാം. എന്നാൽ സുശീലാമ്മയുടെ ഗാനങ്ങൾ സ്ത്രൈണപൂർണതയുടെ വസന്തമാണ്. ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹ പൂർവ രാത്രികൾ, ഇനി ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹ പൂർവ രാത്രികൾ, ഇനി ഏഴു സുന്ദര രാത്രികൾ. സ്വച്ഛമായ നീലാകാശത്ത് ഒരു കുഞ്ഞുകാറ്റ് ശാന്തമായി വരച്ച മേഘചിത്രം പോലെ സുശീലാമ്മയുടെ ഗാനങ്ങൾ നിങ്ങളുടെ ഭാവനയെ ഉണർത്തും. അവിടെ അരുമയായ മാടപ്പിറാവുകൾ കുറുകുന്നത് കാണും. അതിൽ നിങ്ങൾ നിശ്ചലമായ നീല തടാകം കാണും. അതിൽ വെള്ളാമ്പൽ പൂത്തു നിൽക്കുന്നത് കാണും. സ്വർണ്ണ മത്സ്യങ്ങളെ കാണും. സുശീലാമ്മയുടെ ഗാനത്തോടൊപ്പം നിങ്ങൾ കാറ്റിലൊഴുകും. നിഴലും പൂങ്കിനാവുമായി ദൂരെ വന്നു ശശികല, നിഴലും പൂങ്കിനാവുമായി ദൂരെ വന്നു ശശികല, മഴവില്ലിൻ അഴകായി നീ ഒരു നാളിൽ വരവായി, ഏഴഴകുള്ളൊരു തേരിൽ വന്നു ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാം തെളിമാനം പൂത്ത നിശീധിനിയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, എൻ മനസ്സിൻ താഴ്വരയിൽ. എങ്ങനെ നീ മറക്കും എന്ന മലയാള ചലച്ചിത്രത്തിൽ ശ്രീ ചുനക്കര രാമൻകുട്ടി സാർ എഴുതി
ശ്രീ ശ്യാം സാർ ഈണം നൽകി പി സുശീലാമ്മ പാടിയ ദേവദാരു പൂത്തു എന്ന ഈ ഗാനം മലയാളികൾ ഒരിക്കലും മറക്കില്ല. കേൾവികൊണ്ട് മാത്രം ആസ്വദിക്കാനാവാത്ത ശബ്ദ സൗഭഗമാണ് സുശീലാമ്മയുടെ പാട്ടുകൾ. ആന്ധ്രാപ്രദേശിലെ വിജയനഗരത്തിൽ പ്രമുഖ അഭിഭാഷകനായിരുന്ന പുലഭാഗ മുകുന്ദറാവുവിൻ്റെയും ശേഷാവതാരത്തിൻ്റെ മകളായി 1935 നവംബർ 13 സുശീലാമ്മ ജനിച്ചത്. സംഗീതത്തെ സ്നേഹിക്കുന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ശാസ്ത്രീയ സംഗീതം പഠിക്കുവാൻ സുശീലാമ്മയ്ക്ക് കഴിഞ്ഞു. വിജയനഗരത്തിലെയും സ്കൂളുകളിലെയും എല്ലാ സംഗീത മത്സരങ്ങളിലും പങ്കെടുത്തിരുന്ന സുശീലാമ്മ അക്കാലത്ത് തൻ്റെ തന്നെ പരിശീലനത്തിലൂടെയും ശ്രദ്ധയിലൂടെയും വളരെ മനോഹരമായും ഭാവസാന്ദ്രമായും പാടുവാൻ കഴിവുള്ള ഗായികയായി തീർന്നിരുന്നു. ഓരോ ഗാനത്തിനും അനുയോജ്യമായ ഭാവങ്ങളും മോഡുലേഷനുകളും ഉപയോഗിച്ച് പാടുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം, മുനികുമാരികയല്ലോ ഞാനൊരു മുനികുമാരികയല്ലോ. പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം, മുനികുമാരികയല്ലോ ഞാനൊരു മുനികുമാരികയല്ലോ. 1965 പുറത്തിറങ്ങിയ ശകുന്തള എന്ന ചിത്രത്തിൽ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന അതിസുന്ദരമായ ഒരു ഗാനം. ഓൾ ഇന്ത്യ റേഡിയോയുടെ ചില പ്രോഗ്രാമുകൾക്കായി സുശീലാമ്മ കുറച്ച് ഗാനങ്ങൾ പാടിയിരുന്നു. അക്കാലത്ത് പെണ്ഡ്യാല നാഗേശ്വര റാവു തൻ്റെ പുതിയ ചിത്രത്തിലേക്ക് പാടുവാനായി പുതിയ ശബ്ദങ്ങൾ തിരഞ്ഞ് AARനെ സമീപിച്ചു. ഇത് സുശീലാമ്മയുടെ ചലച്ചിത്ര സംഗീത ജീവിതത്തിന് ഒരു വഴിത്തിരിവായി തീർന്നു എന്ന് പറയാം. കാരണം AAR നൽകിയ ഷോർട്ട് ലിസ്റ്റിൽ 5 ഗായികമാരിൽ നിന്ന് വളരെ സമഗ്രമായ ഓഡീഷനുകൾക്ക് ശേഷം മികച്ച ഗായികയായി സുശീലാമ്മയെ അവർ തിരഞ്ഞെടുത്തു. പ്രശസ്ത ഗായകൻ AM രാജയ്ക്കൊപ്പമുള്ള ഒരു യുഗ്മഗാനത്തിനാണ് അവർ സുശീലാമ്മയെ തിരഞ്ഞെടുത്തത്. പെട്രതായ് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം. ഏതൊക്കെ അഴുത്തായ് ഏതൊക്കെ ഏതൊക്കെ അഴുത്തായ് ഏതൊക്കെ ஈசன் போல ஜாடை காட்டி வேனை போல ஆயினம் ஏதும் அறியாதவன் போல் பாசம் செய்தே நீ ஏதுக்கு அழைத்தாய் எதுக்கு ஏதுக்கு அழைத்தாய் எதுக்கு. ഈ ചിത്രം പിന്നീട് കണ്ണഡാലി എന്ന പേരിൽ തെലുങ്കിൽ നിർമ്മിക്കപ്പെട്ടപ്പോൾ ഘണ്ടശാലയ്ക്കൊപ്പം ഇതേ ഗാനം സുശീലാമ്മ തന്നെ പാടി. ഇത് AVM സ്റ്റുഡിയോയിലെ ദീർഘകാല ഗാനാലാപന ജോലിക്കുള്ള ഒരു തുടക്കമായി തീർന്നു എന്ന് തന്നെ പറയാം. നിശ്ചിത മാസ ശമ്പളത്തിൽ AVM പ്രൊഡക്ഷന് വേണ്ടി സുശീലാമ്മ പാടിക്കൊണ്ടിരുന്നു. സുശീലാമ്മയുടെ തമിഴ് ഉച്ചാരണം മെച്ചപ്പെടുത്താൻ വേണ്ടി സ്റ്റുഡിയോ ഉടമ AV മെയ്യപ്പൻ ഒരു തമിഴ് അധ്യാപകനെ തന്നെ നിയമിച്ചു. അങ്ങനെ സംഗീതത്തിലും ഭാഷയിലും ആഴത്തിലുള്ള അറിവ് നേടിയ സുശീലാമ്മയുടെ മഹത്തായ ഗാനാലാപന ജീവിതത്തിന് അവിടെ തുടക്കം കുറിച്ചു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, ഹിന്ദി, തുളു, സിംഹള തുടങ്ങി വിവിധ ഇന്ത്യൻ ഭാഷകളിലായി 50,000-ലേറെ ഗാനങ്ങൾ സുശീലാമ്മ പാടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മാതൃഭാഷ തെലുങ്കാണെങ്കിലും തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകൾ അനായാസം സംസാരിക്കുവാൻ സുശീലാമ്മയ്ക്ക് കഴിയും. സുശീലാമ്മയുടെ പേരിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡുമുണ്ട്. 17,695 സോളോ പിന്നണി ഗാനങ്ങൾ പാടി റെക്കോർഡ് ചെയ്തു എന്നുള്ളതിന്. എണ്ണിയാലും പാടിയാലും തീരാത്തത്ര സുന്ദരമായ ഗാനങ്ങൾ സുശീലാമ്മയുടെ ഗാനശേഖരത്തിലുണ്ട്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ആ ഗാനങ്ങളും വിശേഷങ്ങളും നമ്മൾ പങ്കുവയ്ക്കും. നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. കൂടാതെ സുശീലാമ്മയുടെ വരുന്ന എപ്പിസോഡുകൾ മറക്കാതെ കാണുകയും ചെയ്യുക. താങ്ക് യു.